നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള തട്ടിപ്പുകളുണ്ട്. അതിലൊന്നാണ് ഹോം മെയ്ഡ്, അതുപോലെ തന്നെ അതായത് വീടുകളിൽ ഹോം നഴ്സുകളായിട്ടും നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പിലകപ്പെട്ട് കുവൈറ്റിൽ കുടുങ്ങിയ മലയാളി യുവതി 24നോട് നരകയാതനയാണ് അനുഭവിക്കുന്നതെന്നാണ് യുവതി പറയുന്നത്. പീഡനം സഹിക്കാതെ ആത്മഹത്യക്ക് ശ്രമിക്കുക വരെ ചെയ്തു. എങ്ങനെയും എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്നും യുവതി അഭ്യർത്ഥിക്കുന്നു. ഞാനിവിടെ വന്നത് ഹൗസ് മെയ്ഡിൻ്റെ വിസയ്ക്കാണ്. ഇവർ വരുമ്പോൾ പറയുന്ന പോലെ ഒന്നല്ല കാര്യങ്ങൾ നമ്മളിവിടെ എത്തുമ്പോൾ. വരുന്നതിന് മുന്നേ നമ്മളൊരു ഫോട്ടോയും ഇംഗ്ലീഷിലുള്ള ഒരു വോയിസും ഇവർ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ അയച്ചു കൊടുക്കണം. അവരുടെ അടുത്ത് അതായത് ആ എംപ്ലോയറുടെ അടുത്ത് ക്യാഷ് മേടിച്ചിട്ടാണ് നമ്മളിവർ പറഞ്ഞയക്കുന്നത്. ഈ റെജി എന്ന് പറയുന്ന ആൾ വളരെ മോശമായിട്ട് നമ്മളോട് സംസാരിക്കുന്ന, ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണനയോ മറ്റു കാര്യങ്ങളോ ഒന്നും തരില്ല. അവിടെ ഒരു റൂമിലൊരു താത്തയുണ്ട്, നസീന പേര്. ഒരു സേഫ് ഇല്ലാത്ത റൂമിലാണ് ഇവർ കൊണ്ടിടുന്നത്. ഇവരുടെ നോട്ടവും ഭാവങ്ങളും ഒന്നും ശരിയല്ല. നമുക്ക് ജസ്റ്റ് വീട്ടിലോട്ടൊന്ന് കോൾ ചെയ്യാൻ ഉള്ള അവസരം പോലും അവർ തരുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ ഫോണ് അവർ മേടിച്ച് വെക്കും നമ്മൾ അവിടെ എത്തുമ്പോൾ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് ചേരുന്നത് അരുൺ പാറക്കലാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. നമ്മൾ ഈ ആടുജീവിതവും ഗദ്ദാമയും ഒക്കെ കണ്ട് ഇതേപോലത്തെ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്ന പലരും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ ഒരു തട്ടിപ്പിന് എന്ത് പരിഹാരമാണുള്ളത്? ഇപ്പോൾ ഈ പറയുന്ന ആ ഒരു വനിതയെ തിരിച്ചെത്തിക്കാനുള്ള കാര്യത്തിൽ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്റ്റീന. നമ്മൾ നേരത്തെ, അതായത് 2 ദിവസം മുമ്പ് കാസർഗോഡ് സ്വദേശിനിയുടെ വെളിപ്പെടുത്തലുമായി ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതേപോലെ കേരളത്തിൽ വ്യാപകമായി ഹോം മെയ്ഡ് നഴ്സിംഗ്, ഹോം നഴ്സ് തട്ടിപ്പുകൾ, റിക്രൂട്ട്മെന്റ് നടക്കുന്നു. അത് കുവൈത്തിലേക്കാണ് വ്യാപകമായി നടക്കുന്നത് എന്നൊരു വിവരം നമ്മൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. അതിന്റെ പിന്തുടർച്ച എന്നോണമാണ്, അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൂടുതൽ യുവതികൾ സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് കുവൈത്തിൽ കുടുങ്ങിപ്പോയ ഒരു വയനാട് സ്വദേശിനിയാണ്. ഈ വയനാട് സ്വദേശിനി 6 മാസമായി കുവൈത്തിലുണ്ട്. ഇവരെ നിരന്തരമായി ഇത്തരത്തിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ യുവതി നമ്മളോട് വെളിപ്പെടുത്തിയത്. നേരത്തെ, അതായത് കാസർഗോഡ് സ്വദേശിനി തുറന്നു പറഞ്ഞ അതേ ആളുകൾ തന്നെയാണ് ഈ യുവതിയെയും കുവൈത്തിലേക്ക് എത്തിച്ചത് എന്നാണ്. എറണാകുളം, തൃശൂർ, കോഴിക്കോട് സ്വദേശികളായ മൂവർ സംഘമാണ് ഇതിന് പിന്നിൽ. ഷാഹുൽ, റജി, ഷാജി എന്നിങ്ങനെയുള്ള മൂവർ സംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്നാണ് യുവതി പറയുന്നത്. ഇവരെയൊക്കെ ഫേസ്ബുക്ക് വഴിയാണ് ഈ വലയിൽ കുടുക്കുന്നത്. നല്ല ജോലി തരാം, കുവൈത്തിൽ നിങ്ങൾക്ക് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന ഒരു വ്യാജേന അവരെ അങ്ങനെ അതിൽ മയക്കിക്കൊണ്ട് അവരെയും അവരുടെ വീട്ടുകാരെയും മയക്കിക്കൊണ്ട് തുടർന്ന് കുവൈത്തിലെത്തിക്കുന്നു. അവിടെ ചൂഷണത്തിന് ഇരയാക്കുന്നു എന്നുള്ളതാണ്. 10ഓളം യുവതികൾ ഇതുപോലെ തന്നെ ഈ മൂവർ സംഘത്തിന്റെ വലയിലകപ്പെട്ട കുവൈത്തിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ ഒടുവിൽ ഈ വയനാട് സ്വദേശിനിയും തങ്ങൾ അനുഭവിക്കുന്ന നരകയാതന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആടുജീവിതത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതേപോലുള്ള നരകയാതനയാണ് ഈ മലയാളി യുവതികളും കുവൈത്തിൽ അനുഭവിക്കുന്നത് എന്നാണ്. ഇപ്പോൾ അവർ ഉള്ളത് കുവൈത്തിലെ ഒരു അറബിയുടെ വീട്ടിലാണ്. പക്ഷേ അവിടെയും അവർ സുരക്ഷിതമല്ല എന്ന കാര്യമാണ് പുറത്തു വരുന്നത്. അവർ ആത്മഹത്യക്ക് വരെ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. റജി നിരന്തരമായി അവരെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആ സ്ഥലത്തെ ഒരു വീട്ടിൽ അവരെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവരെ വീട്ടിലേക്ക്, അതായത് സ്വന്തം വീട്ടിലേക്ക് ബന്ധപ്പെടാനുള്ള സൗകര്യം പോലും ഏർപ്പെടുത്തുന്നില്ല. ഫോണൊക്കെ പിടിച്ചു വാങ്ങി വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഭക്ഷണം പോലും ലഭിക്കുന്നില്ല എന്ന തുറന്നു പറച്ചിലാണ് യുവതി നടത്തിയിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അവരെ രക്ഷപ്പെടുത്തണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എംബസി മുഖാന്തരം ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ കാസർഗോഡ് സ്വദേശിനിയായ യുവതിയുടെ പശ്ചാത്തലത്തിൽ SP നേരിട്ട് ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനും ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട്. DGPയുടെ 3 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകാനാണ്, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അന്വേഷണം ദ്രുതഗതിയിൽ നടത്തുന്നു എന്നതാണ്. മാത്രമല്ല ഈ യുവതികളെയൊക്കെ, കുവൈത്തിൽ കുടുങ്ങിപ്പോയ യുവതികളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് സ്മിത, ക്രിസ്റ്റീന. ശരി അരുൺ, കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ. നമുക്ക് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെയ്യാനുള്ള കാര്യം അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ടോ, ഇവരെ എത്രയും പെട്ടെന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഈ ഇങ്ങനെയുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസികൾ, അതായത് വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ, അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ അത് ശക്തമായി തന്നെ സ്വീകരിക്കേണ്ട ഒരു കാലം കൂടെ വന്നിരിക്കുന്നു. ജീവനോപാധിക്കായിട്ട് വേറെ ഒരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ടാണല്ലോ നമ്മൾ വീട് വിട്ട് ദൂരെയൊക്കെ പോയി ജോലി ചെയ്യുന്നത്. അപ്പൊ അവരെ അങ്ങനെ തട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിനൊക്കെ പറയേണ്ടതെന്ന് അറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.